പലവിധ രോഗങ്ങളാലും ഭാരപ്പെട്ട് മനം കലങ്ങിയും വളരെ വേദനയോട് ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് താങ്കളെങ്കിൽ ഇന്ന് ഈ തിരുവചനം ഒന്ന് കേട്ടാട്ടെ. ദൈവം നിങ്ങളെ നിശ്ചയമായും വിടുവിക്കും. നമുക്കൊരു വേദവചനം വായിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 25 മുതലുള്ള തിരുവചനങ്ങൾ. 12 സംവത്സരമായിട്ട് രക്തസ്രവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറിയൊന്നും സഹിച്ചു. തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്ന ഒരു സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേട്ടു. അവൻ്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞ് പുരുഷാരത്തിൽ കൂടി പുറകിൽ വന്ന് യേശുവിൻ്റെ വസ്ത്രം തൊട്ടു. ക്ഷണത്തിൽ അവളുടെ രക്തസ്രവം നിന്നു, ബാധ മാറി, താൻ സ്വസ്ഥയായി എന്ന് അവൾ ശരീരത്തിൽ അറിഞ്ഞു. പ്രിയ ദൈവവൈദ്യരെ, ഏറിയൊന്ന് ചികിത്സിച്ചു. 12 വർഷം രക്തസ്രവം കൊണ്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചു. ഏറിയ വൈദ്യന്മാരെ കണ്ടു, പല വൈദ്യന്മാരും കണ്ടു. എന്നിട്ടും ഒട്ടും ഒരു സൗഖ്യം ലഭിച്ചിട്ടില്ല. ചികിത്സിച്ചു മടുത്തു. തൻ്റെ സമ്പാദ്യത്തിൽ പലതും ചികിത്സയ്ക്കായിട്ട് ചെലവഴിച്ചു. എന്നിട്ട് ഒട്ടും ഭേദമാകാതെ യേശുവിൻ്റെ വർത്തമാനം കേട്ടിട്ട് ആ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ പുറകിൽ കൂടി വന്ന് തൊട്ട മാത്രയിൽ ക്ഷണത്തിൽ അവൾ സൗഖ്യമായി എന്ന് തിരുവചനം പറയുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് നിങ്ങളൊന്ന് വിശ്വസിച്ചാട്ടെ. യേശുവിനെ തൊട്ടവരും യേശു തൊട്ടവരും സൗഖ്യമായിട്ടുണ്ട്. ആ സഹോദരി ഒരു തീരുമാനം എടുത്തു. അവൻ്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും. പുരുഷാരമുണ്ടായിരുന്നു. ആ പുരുഷാരത്തെ ഒന്നും അവൾ നോക്കിയില്ല. പക്ഷേ അവൾക്കൊരു സൗഖ്യം ആവശ്യമായിരുന്നു. അവൾ പുറകിൽ കൂടി വന്ന് ആ വസ്ത്രത്തിൽ തൊട്ട മാത്രമേ ക്ഷണത്തിൽ അവളുടെ രക്തസ്രവം നിന്നു, ബാധ മാറി, അവൾ സ്വസ്ഥയായി ശരീരത്തിൽ അറിയുവാനിടയായി. നാളുകളായി നിങ്ങളൊരു രോഗത്താൽ അടിമയായിരിക്കാം. എന്നാൽ ഇന്ന് ആ യേശുവിലൊന്ന് വിശ്വസിച്ചാട്ടെ. യേശു നിങ്ങളെ സൗഖ്യമാക്കും. യേശു നിങ്ങൾക്ക് വിടുതൽ തരും. എത്ര വർഷമായാലും, ഒരുപക്ഷെ നാളുകളായി, ഇവിടെ 12 വർഷമായ രക്തസ്രാവ സ്ത്രീ, പക്ഷേ നിങ്ങളുടെ വിഷയം എത്ര വർഷം പഴകിയായിരുന്നാലും യേശുവിൻ്റെ അടുക്കൽ വന്നാൽ നിങ്ങൾക്കൊരു സൗഖ്യമുണ്ട്. അവൻ സൗഖ്യമാക്കുന്ന മഹാവൈദ്യനാണ്. ഒരു ഡോക്ടർക്കും കഴിയാത്തത്, ഡോക്ടർമാർ എഴുതിയത്, മെഡിക്കൽ സയൻസ് പരാജയപ്പെട്ട സ്ഥാനത്ത് യേശു സൗഖ്യമാക്കുന്ന ഒരു ദൈവമായി ഇറങ്ങി വരും. നിശ്ചയമായി ഒന്ന് വിശ്വസിച്ചാട്ടെ. നിങ്ങളുടെ ദൈവം സൗഖ്യമാക്കും. നിങ്ങൾക്കായി ഞാൻ ഇന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളും എൻ്റെ കൂടെ ചേർന്നൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, കർത്താവേ, എൻ്റെ കൂടെ ഈ സമയം പ്രാർത്ഥിക്കുന്ന ഏത് വ്യക്തിയായാലും, ആ വ്യക്തിയുടെ ഏത് രോഗമായാലും സ്വർഗത്തിലെ ദൈവം ഇപ്പോൾ തന്നെ തൊട്ട് സൗഖ്യമാക്കണമേ കർത്താവേ. അവരനുഭവിക്കുന്ന സകലവിധ പ്രയാസങ്ങളും, അവരുടെ ശരീരത്തിൽ അനുഭവിക്കുന്ന സകലവിധ രോഗങ്ങളും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. ഒരു സൗഖ്യം ശരീരത്തിൽ അറിഞ്ഞ് ആ രക്തസ്രാവക്കാരിയെ പോലെ കർത്താവേ സ്തോത്രം, ക്ഷണത്തിൽ സൗഖ്യമായതുപോലെ ഇവരുടെ മേൽ അപ്പൻ്റെ ശക്തി ഇറങ്ങി ഇവരെല്ലാം സൗഖ്യമാക്കണമേ കർത്താവേ. നിൻ്റെ മഹത്വം ഇവരുടെ മേൽ വ്യാപരിക്കണമേ. നീ അത്ഭുതം ചെയ്യുന്നതിനായി സ്തോത്രം. അവിടുന്ന് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു കർത്താവേ, അവിടത്തേക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. എന്നെ കൂടെ പ്രാർത്ഥിക്കുന്ന ഇവരെ തിരുക്കരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് തൊട്ടിരിക്കാൻ സ്തോത്രം, യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. പ്രിയ ദൈവമക്കളെ, തുറന്നും ദൈവവചനങ്ങൾ കേൾക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ദൈവവചനം കേൾക്കാം, അനുഗ്രഹീതരായി തീരും. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.